നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡ് മുഖം തകർന്നു. പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് വെള്ളമെത്തുന്ന കോൺക്രീറ്റ് കഴയാണ് തകർന്നത്. ചേർപ്പ് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, പോലീസ്, നാട്ടുകാർ എന്നിവർ നോക്കി നിൽക്കുകയായിരുന്നു കഴ തകർന്നത്. 2018 പ്രളയത്തിന് സമാനമായി വലിയൊരു പ്രദേശം വെള്ളക്കെട്ടിലാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പഴക്കം ചെന്ന പാലത്തിന്റെ കോൺക്രീറ്റ് ബീമിന്റെ ഒരു ഭാഗം രാവിലെ തകർന്ന പലക തള്ളിയിരുന്നു. കഴ പൂർണ്ണമായി തകർന്നതോടെ പുഴയിൽ നിന്നുള്ള വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി ഒഴുകുകയാണ്. കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുകയാണ്. ചിറക്കൽ ഭാഗത്തെ ആളുകൾ തുറക്കാനും എട്ടുമന ഭാഗത്തെ ആളുകൾ അടയ്ക്കാനും ആവശ്യപ്പെട്ട തർക്കം നടക്കുന്നതിനിടയിലാണ് കഴ തകർന്നത്. ചിമ്മിനി ഡാമിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ടുകൊണ്ടുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിനായി കൂടുതൽ ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നതാണ്. കുറുമാലി പുഴയിലെ ജലനിരപ്പ് 10 മുതൽ 12 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ കുറുമാലി, കരുവന്നൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. വാടാനപ്പള്ളിയിൽ ചീതയൊരുക്കിയ ശേഷം വീട്ടമ്മയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് വീട്ടുപറമ്പിൽ ചീതയൊരുക്കി ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടത്. ഏഴാങ്കല്ല് കോഴിശ്ശേരി പരേതനായ രമേശിന്റെ ഭാര്യ ഷൈനിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഒരു വർഷം മുമ്പ് ഇളയമകൾ കൃഷ്ണ മരിച്ചിരുന്നു. അന്നു മുതൽ മാനസിക വിഷമത്തിലായിരുന്നു. ദുബൈയിലായിരുന്ന മൂത്തമകൾ ബിലു ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയപ്പോഴാണ് വീട്ടിനകത്ത് ആത്മഹത്യാക്കുറിപ്പ് കണ്ടത്. ഇതോടെ സമീപവാസികളെ വിളിച്ചു നടത്തിയ തിരച്ചിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഷൈനിയുടെ മൃതദേഹം കണ്ടത്. വിറകുകൾ അടുക്കി വെച്ച് ചിതയൊരുക്കി ശരീരത്തിലും വിറകിലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്ന് സൂചന. പെട്രോൾ ഒഴിച്ച പാത്രവും സമീപത്തുണ്ടായിരുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ പ്രത്യക്ഷ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും വ്യാഴാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആഗസ്റ്റ് 3 ശനിയാഴ്ച കർക്കിടകവാവ് ബലി, ആഗസ്റ്റ് 7 ബുധനാഴ്ച ഇല്ലം നിറ, ആഗസ്റ്റ് 10 ശനിയാഴ്ച നിറപുത്തരി എന്നിവയും നടക്കും. വലപ്പാട് ലയൺസ് ക്ലബിന്റെ 365 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ കാഴ്ച പരിശോധന തൃപ്രയാർ കുന്നുങ്ങൽ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ ആരംഭിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് കണ്ണ് പരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ ശോഭകുമാർ അധ്യക്ഷനായി. ഡയബറ്റീസ് ജില്ലാ കോർഡിനേറ്റർ ബിജു പുറത്തൂർ, സോൺ ചെയർപേഴ്സൺ വ്യാസബാബു, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി RIM സക്കറിയ, ക്ലബ്ബ് സെക്രട്ടറി രജനി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ KV ജോൺ, വൈസ് പ്രസിഡന്റ് ആൻഡ്രോസ്, മുൻ പ്രസിഡന്റ് അജിത് പ്രസാദ്, മുൻ സെക്രട്ടറി AS ജോസഫ്, കുന്നുങ്ങൽ പ്രോപ്പർട്ടീസ് MD അമർ സിംഗ് കുന്നുങ്ങൽ, മേരി ബോബൻ, ഉണ്ണികൃഷ്ണൻ കോറാട്ട, പ്രീതി ബിന്നി എന്നിവർ സംസാരിച്ചു. JCI തൃപ്രയാർ ജൂനിയർ ജെസ്സി വിംഗ് യുവശക്തി എന്ന പേരിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ നടത്തി. ജൂനിയർ ജെസ്സി ചെയർമാൻ അദ്വൈത് മനോജ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി JCI നാഷണൽ ട്രെയിനർ പ്രൊഫസർ നിർമ്മല പരമേശ്വരൻ ക്ലാസുകൾ നയിച്ചു. പ്രസിഡന്റ് അഞ്ജലി മനോജ്, സെക്രട്ടറി കൃഷ്ണ TS, ട്രഷറർ സലാഹുദ്ദീൻ, മനോജ് കുന്നത്ത്, ലോ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സോൺ വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ മുഖ്യാതിഥിയായി. സോൺ ഗവേണിംഗ് ബോർഡ് ഇൻസ്റ്റലേഷൻ, വ്യക്തിത്വ വികസനം, പ്രസംഗ പരിശീലനം, സ്വച്ഛ ഭാരത് ക്ലീൻ ഇന്ത്യ ഡ്രൈവ് എന്നിവ നടത്തി. സ്കൂളിലെ പഠിക്കാൻ മിടുക്കിയായ വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ നൽകി ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ ഫെഡറൽ വിരുദ്ധ ബഡ്ജറ്റിനെതിരെ താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് സീനത്ത് മുഹമ്മദ് അലി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഷൈനി ബാലകൃഷ്ണൻ, സതി ജയചന്ദ്രൻ, ബേബി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. BA രേവതി, അഞ്ജു ജിനേഷ്, പിങ്കി വിപിൻദാസ്, സജിത ബിജു, ശ്രീജ സുബീഷ്, ഷീന വിനു, രാജി ജിത്തു, നിഷ മോഹൻ, സന്ധ്യ P, പ്രിയ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഔഷധ സേവ എന്നിവ നടത്തി. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമവും പ്രസാദ വിതരണവും ഉണ്ടായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗവും നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ കൊട്ടേക്കാട്ട് ഷൺമുഖൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരകർമ്മം ബുധനാഴ്ച വൈകിട്ട് 3-ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ.
ഭാര്യ ശശികല, മക്കൾ നിനോ, നിസ്മി, മരുമക്കൾ ശ്രീപാർവതി, സലീഷ്. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.